തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ 2019 മുതൽ ദേശീയാടിസ്ഥാനത്തിലാണ് പിന്തുണ ലഭിക്കുന്നത്. 2016-ൽ കുമ്മനം രാജശേഖരനെതിരെ മത്സരിച്ചപ്പോൾ തനിക്കും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷത്തിനും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPM കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന് അതിനു മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പം ഞാൻ 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. തീവ്രവാദ ശക്തികളുടെ വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുവെന്ന ആരോപണം UDF-നും LDF-നുമെതിരെ നേരത്തെ ഉണ്ടായിരുന്നു. അന്നൊക്കെ മറുപടികളിൽ വ്യക്തത വരുത്താതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇരു മുന്നണിയുടെയും നേതാക്കൾ ചെയ്തത്. എന്നാൽ അവരെ വെട്ടിലാക്കുന്നതാണ് കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയെന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നാണ് മുരളീധരൻ പറയുന്നത്. 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തനിക്കും പിന്തുണ കിട്ടി. ഇന്ത്യ മുന്നണിയുടെ കൂടെയുള്ള CPM-നും ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ കിട്ടുന്നുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. വയനാട്ടിൽ UDF വിജയം മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണെന്ന് CPM നേതാവ് A. വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. അത് ശരിവെക്കുകയാണ് മുരളീധരന്റെ പ്രതികരണം. പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിജയത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM പ്രചാരണം നടത്തുന്നതിനിടെ CPM-ന്റെ രാജസ്ഥാൻ, തമിഴ്നാട് MP-മാർക്ക് പിന്തുണ നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂരും രംഗത്ത് വന്നിരുന്നു. ജനം, കോഴിക്കോട്.